നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നോ കമന്റ്സ് അല്ല മെസ്സേജസ് DM എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും പൂവാല മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? അയ്യോ എടുത്തോക്കേണ്ടി വരും. എടുത്ത് നോക്കണ്ടല്ലോ അല്ലേ? തപ്പി വെക്കണ്ട, ഞാൻ വരുന്നറിയില്ലേ? അയ്യോ ഞങ്ങൾ അത് ചിന്തിച്ചില്ല. കൊറേ വരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ നോക്കും. എനിക്ക് ഹിന്ദിക്കാരന്നെ മാമൻ പറഞ്ഞ പോലെ കൊറേ ബംഗാളികളൊക്കെ കഴിക്കുന്നുണ്ട്. ഹിന്ദിക്കാരാണോ? ഹിന്ദി വായിക്കാൻ അറിയില്ല. പോവാണോ ഇനി നോർത്ത് ഇന്ത്യയിലേക്ക്? എന്തിന്? ഞങ്ങൾക്ക് ചോറ് വേണം. അപ്പഴാണ് അവിടെ ഉണ്ട് ദാലും ചാവലും. പരിപ്പ് കൂട്ടാനല്ലേ? പിന്നെ എന്റെ പേര് അജയ് ഘോഷ് എന്നാണ്. അതുകൊണ്ടാണോ എന്നൊരു സംശയം. ശരിയാട്ടോ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ദേശായി ഫാമിലി ഒക്കെ പറയുമ്പോൾ ഘോഷ് ഫാമിലി, ഘോഷുകളാ. അജയ് ഘോഷ് ഫാമിലി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇനി എന്താ പറയാ, ഇനി ഇവരേതെങ്കിലും റീൽസ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഈ റീൽസ് ചെയ്യണം ചേട്ടാ, ഇന്ന പോലെ ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അടുത്ത വീഡിയോയില് ഞാനും കൂടി കളിക്കാനാണ് പ്ലാൻ. എനിക്ക് വേണം 10 followers. ഇനി നിങ്ങളിൽ ആരാണ് മത്സരിച്ചായിരിക്കുമല്ലോ? ഇനി ഞാനാണ് ക്യാമറമാൻ, ഞാനാ ക്യാമറമാൻ. ഞാൻ വല്ലപ്പോഴും ഒരിക്കലും എടുത്തു കൊടുക്കും, അത് മില്യൻ അടിച്ചോളും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് എന്താ പറയാനുണ്ടോ വല്ലതും? തുമ്പത്തുണ്ട്. പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഡാൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ട്രയൽ കളിക്കില്ലേ ഡാൻസിന്റെ, അത് കളിക്കുമ്പോ പെർഫെക്റ്റ് ആവും. അത് കഴിഞ്ഞ് ക്യാമറ അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ഓരോ വഴിക്ക് അങ്ങോട്ട് പോകും. അതാണ് ഇവരെ മെയിൻ കുഴപ്പം. ഇവർക്ക് ഭയങ്കര ഐക്യം ഉണ്ടെന്നാണല്ലോ പറയണത്. ഐക്യൊക്കെ ഉണ്ടാവും, പക്ഷെ കളിക്കുമ്പോ അത് വരില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു ആദ്യമൊക്കെ? ഇങ്ങനെ ആരാ ഇത് ആദ്യമേ ചോദിച്ചത് ഞങ്ങൾക്കൊരു റീൽ എടുത്തു തരുമോന്നൊക്കെ? റീൽ എടുത്തു തരുമോന്ന് എന്റെ അടുത്ത് തന്നെ വന്ന് ചോദിച്ചത് ആദ്യം. ഞാൻ അപ്പോഴേക്കും ഇവര് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങി. എപ്പൊ ആദ്യത്തെ റീല? ബാക്കിയൊക്കെ ഞാൻ തന്നെ എടുത്തു കൊടുക്കും. പിന്നെ ഞങ്ങള് റീൽ എടുക്കുന്ന പരിപാടി ഈ അടുത്ത് തുടങ്ങിയതൊന്നുമില്ല, ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്തേ ഉണ്ടായിരുന്നതാ. അപ്പൊ നിങ്ങൾ 5 പേരും കൂടി വരുന്നത് കൊണ്ട് ആ ഒരു വൈബൊക്കെ ഒത്തു വരുന്നത് കൊണ്ടാണോ ഇനി മില്യൻസ് ഒക്കെ അടിക്കാനിരിക്കുന്നു? അപ്പൊ ഇനി എയർലൊന്നായിട്ടില്ല, പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സമയം വരെ ആയിരിക്കും ഇഷ്ടം, അത് കഴിഞ്ഞ പിന്നെ എയർലോ. അത് കഴിഞ്ഞ പിന്നെ പക്ഷെ ആ തൊഴിലുറപ്പിന്റെ റീൽ ഉണ്ടല്ലോ, അതാരാ നിങ്ങളിലാരാ എടുത്തത്? അത് ഞാൻ തന്നെ എടുത്തു. അത് പറയേ, ഞാൻ എടുത്തെന്ന് അഭിമാനത്തോട്. അത് ഞാൻ എടുത്തത്. ആ ഒരു റീൽ അടിപൊളിയായിരുന്നു. അതിന്റെ നടുക്ക് നിന്നിട്ടുള്ള ഒരു ആൺതിരി ഉണ്ടല്ലോ, അത് അവന്റെ വീട്ടിൽ പോയി, അവന്റെ വീട്ടിൽ. അതായത് അത്രയും പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് ഒരു ആൺതിരി മാത്രം. നല്ല അടിപൊളി റീൽ. അത് ഞങ്ങളുടെ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോ ഒരു സാർ ഉണ്ടാവുമല്ലോ, ആ സാറാണ് ഞങ്ങൾക്ക്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലായിരുന്നു ഞങ്ങൾ അത് എടുത്തു വരുന്നത്. അത് വളരെ നല്ലൊരു റീലായിരുന്നു. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ 2-3 പ്രാവശ്യം ആ റീൽ തന്നെ കണ്ടോണ്ടിരുന്നത്, ആരൊക്കെയാന്ന് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു ആന്റീസായി എന്നൊക്കെ. നിങ്ങളുടെ ഒറിജിനൽ വയസ്സൊന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? എന്നെ വെളിപ്പെടുത്തണോണ്ട് കുഴപ്പമില്ല, ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയുടെ അനുവാദം എന്തെങ്കിലും വേണോ? കുഴപ്പമില്ല. എനിക്ക് 29 ആണ്. 29 ആകും. ഓക്കെ. എനിക്ക് 22 ആവണു. എനിക്ക് 50ലേക്കായി. പകുതി കഴിഞ്ഞു എന്നർത്ഥം. 42. ഓക്കെ. അവിടെ ക്യാമറമാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. 18 വയസ്സായിട്ടുള്ള ചെറിയ കുട്ടിയാണ്. അതെ, അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരണം. ഇവിടെ സമീപിക്കുക, അതാണ് ഉദ്ദേശിച്ചത് എന്നല്ലേ? 29. അത് വിഷമാണല്ലോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ സങ്കടമായിരിക്കുന്നു. എന്റെ വയസ്സ് എത്ര ഉണ്ടായിരിക്കും? അയ്യോ, അങ്ങനെയൊക്കെ ടാസ്ക് അല്ലേ? ഒരു 30. ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ മെയിൻ ആയിട്ട് ചോദിച്ചത്, ഇപ്പം ഇവര് നാത്തൂൻ വൈബാണല്ലോ, നിങ്ങൾക്ക് അതുപോലെയൊക്കെ വൈബൊക്കെ ആഗ്രഹമില്ലേ? ഇങ്ങനെ കല്യാണം കഴിച്ച് നൈറ്റ് ഒക്കെ എടുത്തിട്ട്. ഇവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇവൾക്ക് ചില സമയത്തേ ഈ റീൽസ് ഒക്കെ കാണില്ലേ, കല്യാണം കഴിഞ്ഞവരുടെ അപ്പ അയച്ചു വരുമ്പോടി എനിക്കും കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ പറയാം. എന്നിട്ട് ഇവള് അത് പറയട്ടെ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയും കല്യാണം കഴിച്ചിട്ട് പക്ഷെ ചെക്കന്റെ വീട്ടിൽ പോയിക്കോട്ടെ. അതായത് നമ്മുടെ ഇൻസ്റ്റയില് ഹൽദി, എനിക്ക് മൈക്കുണ്ടോ കുട്ടോ? മൈക്കുണ്ടല്ലേ? ഓക്കെ. അതായത് ഹൽദിയുടെ വീഡിയോ, പിന്നെ ഈ ഗുരുവായൂർ വെച്ച് താലി കെട്ടുന്ന വീഡിയോ, രജിസ്റ്റർ മാരേജ്, ഇതൊക്കെ കാണുമ്പോ കല്യാണം വൈബാണ്. കല്യാണം വൈബാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിലോട്ട് വരുന്ന സമയത്ത് അത് വേണ്ട. അന്ന് ഒരു കാര്യം ചെയ്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വഴിക്ക് അവിടെ നിക്കാ അല്ലെങ്കിൽ ഇവിടെ നിക്കാ, അതാണോ ഇഷ്ടം? അങ്ങനെയല്ല, ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അല്ലെങ്കിൽ റീൽസ് എടുക്കാൻ മാത്രമായിട്ട് നമുക്ക് ഒരു കല്യാണം ഇവള് പറയുന്നായിരുന്നു ബ്രൈഡൽ ഷൂട്ട് ചെയ്യണമെന്ന്.
അമ്മയല്ലേ? ആ അമ്മ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് മോള് കല്യാണം കഴിക്കാൻ അത് ശരിയാ, ഓക്കെ അല്ല. ഓക്കെ അല്ല. അമ്മ സമ്മതിക്കില്ല. ഇഷ്ടല്ല അല്ലേ? കെട്ടിക്കുന്നില്ലേ? കെട്ടിക്കണം, പക്ഷെ കൂട്ടാക്കാണ്ട. ആണോ? സമ്മതിക്കണില്ല അല്ലേ? ശരിക്കും സമ്മതം ഇല്ലാഞ്ഞിട്ടാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടുള്ളത് ആലോചിച്ചിട്ട് അമ്മ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ നോക്ക്. ഇങ്ങനെ നാത്തൂനായിട്ടൊക്കെ റീലൊക്കെ ചെയ്യണ്ടേ? ചിത്രയുടെ കല്യാണം കഴിഞ്ഞതാണ്. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. എനിക്കൊരു കുട്ടിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത താരങ്ങളാണ് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങളൊക്കെ വയസ്സ് കുറവ് വെക്കാണെങ്കിലും മേ ബി ഇവളായിരിക്കും ചിലപ്പോ ആദ്യം കിട്ടുന്നത്. അത് നാണക്കേടല്ലേ? മാമി ചോദിച്ചൊക്കെ നിക്കുമ്പോ അവള് കല്യാണം കഴിച്ചു പോയി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. എനിക്ക് ആ കുഴപ്പമുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. കെട്ടിക്കോട്ടെ അല്ലേ? നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അടുത്ത കൊല്ലം കല്യാണം കഴിക്കാം. ഓ സന്തോഷം. മനസ്സിലായില്ല ആർക്കാണ് മുട്ടി നിൽക്കുന്നത്. നമുക്ക് ഇനി കുറച്ചു നേരത്തേക്ക് ഇടവേള ഇട്ടിട്ട് ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, കുറച്ചു നേരത്തേക്ക് നമ്മൾ ഡാൻസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇനി പാട്ടും കൂടി കേൾക്കാം. മാലയിട കാത്ത് അള്ളിയിറക്ക് தாலி செய்ய நேத்து சொல்லிருக்கு. இது சாயம் காலமா மடி சாயும் காலமா முல்லைப்பூ சூடு மெல்லப்பாய் போடு அடவான காத்து சூடு ஏத்துது புத்தி வச்ச மல்லிகை மொட்டு பூத்திருச்சு வெக்கத்தை விட்டு பேசி பேசி ராசியானதே மாமன் பேர சொல்லி சொல்லி ஆளானதே ரொம்ப நாளானதே. അടിപൊളി. അയ്യോ തീർന്നു ചേച്ചി. അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. നല്ല വോയിസാണ് രണ്ടുപേരുടെ. ക്യാമറമാനും പാടും. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. നല്ല വോയിസാ. നിങ്ങള് ഇനി അടുത്ത മില്യൺസ് പോവാനായിട്ടുള്ള റീൽസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പാട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ടിരുന്നതാ, പക്ഷെ ഇതുവരെ വൈറലാവുന്നു. ഇനിയിപ്പോ വൈറലായിക്കോളും. ഇതിന്റെ കയറ്റത്തോടൊപ്പം അങ്ങനെ കൂടെ അങ്ങ് കേറിപ്പോയിക്കോളും. നിങ്ങൾക്ക് എന്തെങ്കിലും ടീമിന് പേരെന്തെങ്കിലും ഇടാനായിട്ട് പ്ലാൻ വല്ലതും ഉണ്ടോ? നമ്മൾ ഇതുവരെയായിട്ട് വിചാരിച്ചിട്ടില്ല. ഇപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് തോന്നുന്നു. ആണോ? പ്ലാൻ വന്നു. പ്ലാൻ വന്നു. എന്താ ഇപ്പൊ ഏതായാലും ഒരു ടീമൊക്കെ ആയാലും പക്ഷെ എന്താന്ന് വെച്ചാലേ പേരൊക്കെ വെച്ചിട്ട് ഞങ്ങള് മാത്രല്ല, അതായത് ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ കളിക്കുന്നവരുണ്ട്. അപ്പൊ ആരുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് കുടുംബപ്പേരം കിട്ടാ പോരെ? പലർക്കും പലതാണ്. പലതും പല പേര്, പല കുടുംബങ്ങളാണല്ലോ. ഓ ശരി, കുടുംബങ്ങളും ഒരു ടാസ്ക് ആണ്. അപ്പൊ ഞാൻ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ശിവയുടെ റീൽസ് ഒക്കെ കുറച്ച് 2-3 ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ടാഗ് വന്നപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 100K ആവാൻ പോണു ഒരു 70-80K ഇൻസ്റ്റാഗ്രാമില്. പിന്നെ പുള്ളിക്കാരത്തി യൂട്യൂബ് ചാനലും കേക്കട്ടെ. പുള്ളിക്കാരത്തിക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില് 100K റീസെന്റ് ആയി. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് കേക്ക് മുറിച്ചാലോ? അതിന്റെ സെലിബ്രേഷൻ ആയാലോ? പിന്നെന്താവാലോ. അപ്പൊ നമ്മള് ശിവയുടെ 100K ആയിട്ടുള്ള സെലിബ്രേഷൻ ആണ് യൂട്യൂബ് ചാനലിൽ കേട്ടോ. അപ്പൊ കേക്ക് കട്ട് ചെയ്യല്ലേ? ഓക്കെ, സർപ്രൈസ് ആയിരുന്നു ഇവരുടെ. ഓക്കെ, കട്ട് ചെയ്തോളൂ. ഇനിയിപ്പോ തല്ലുകൊടുത്തായിരിക്കും കേട്ടോ ഫസ്റ്റ് ആർക്ക് കേക്ക് കൊടുത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും സ്വന്തമായിട്ട് അങ്ങ് കഴിച്ചോ, അത് നല്ലത്. സേഫ് അതാ. എല്ലാവർക്കും കൊടുത്ത പിണങ്ങും, അതുകൊണ്ട് ഞാൻ ഒറ്റ കഴിക്കാം. ഓക്കെ, കണ്ണം മൂക്കിലൊക്കെ ആയി. ബാക്കി മുറിക്കട്ടെ, നിങ്ങൾക്കൊക്കെ അങ്ങനെ തരാം. കട്ട് ചെയ്യോ? ബാക്കി മുറിക്കാന്ന് വെച്ചാ ഓക്കെ, ും എന്തായാലും അടിപൊളിയായിട്ട് ഇനി റീൽസ് ഒക്കെ ചെയ്ത് പോവാ. ഇനി കുറെ റീൽസ് ഒക്കെ കാണാനിരിക്കുന്നു. മില്യൺസ് ഒക്കെ അടിക്കാൻ കിടക്കുന്നു. അപ്പൊ പൊളിക്കില്ലേ നിങ്ങളെല്ലാരും? ഇനി നിങ്ങൾ മത്സരിച്ച് ക്യാമറ ചെയ്യണം കേട്ടോ. മില്യൺസ് അടിപ്പിക്കണം. ഞാൻ ലീവാകുമ്പോ മാമനെ കൊടുത്തോണ്ട് അനുഗ്രഹം കൊടുത്താൽ മതി. അനുഗ്രഹം കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്.